തിരികെ വാർത്തയിലേക്ക്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ധന സെസ്സും നികുതി ഫീസ് വർധനകളും ഇന്നു മുതൽ പ്രാബല്യത്തിലായി. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം കൂടി. വിദേശ മദ്യത്തിന് 20 മുതൽ 40 രൂപ വരെ കൂടി. സാധാരണക്കാരന് അധിക ഭാരമായ വർധനകൾക്കെതിരെ UDF ഇന്ന് കരിദിനം ആചരിച്ചു. പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നതോടെ മലയാളികൾക്ക് ചെലവും കൂടി. ബജറ്റിലെ പുതുക്കിയ നികുതി നിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പെട്രോളും ഡീസലും ഇന്നു മുതൽ കൂടുതൽ പൊള്ളും. ലിറ്ററിന് 2 രൂപ കൂടി. ഇതിലൂടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില ഉയരുമെന്ന് ഉറപ്പ്. എല്ലാ രീതിയിലും വിലക്കയറ്റം വരും. ഡീസലിനും പെട്രോളും വില കൂടിയാൽ എല്ലാ സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനം കടക്കം എല്ലാത്തിനും വില കയറും. സാധാരണ ഇപ്പൊ ഇന്ന് വിലയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർ കഷ്ടപ്പെടും. ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനായി ഇപ്പൊ. എന്ത് പറയാനാ, പറയാനില്ല, അവര് കൂട്ടുക കൊടുക്കുക. ഇത് യാതൊരു തത്വദീക്ഷയില്ലാത്ത വർധനമാണിത്. ഇത് ആളുകളുടെ കയ്യിൽ അമിതഭാരം ഏൽപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ ന്യായവില 20% വർദ്ധിച്ചത്. കെട്ടിട നികുതിയിൽ ഇന്നു മുതൽ 5% വർധന. മദ്യപാനം ഉപേക്ഷിച്ചാൽ ഭദ്രമായ നീക്കിയിരിപ്പുണ്ടാകും. കാരണം മദ്യത്തിനും വില കൂടി. ചെലവുകൾ നിയന്ത്രിച്ച് പുതിയ വർധനകൾക്കനുസരിച്ച് കുടുംബ ബജറ്റ് ക്രമീകരിക്കണമെന്ന് ചുരുക്കം. ജനജീവിതം ദുസ്സഹമാക്കിയ വർധനകൾക്കെതിരെ പ്രതിപക്ഷം ഇന്ന് കരിദിനം ആചരിച്ചു. സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളിലും UDF പങ്കെടുക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും അനാസ കൊണ്ടുമാണ് ഈ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഇത്ര വലിയൊരു നികുതി ഭാരം ജനങ്ങളുടെ തലയിലേക്ക് വരുന്നത്. വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, ഇന്ധന സെസ് വർദ്ധിപ്പിച്ചു, എല്ലാ തരത്തിലും നികുതി വർധനവാണ്. ഇത് ഇപ്പോൾ തന്നെ വിലക്കയറ്റത്തിലായിരുന്ന് ജീവിതം പൊറുതിമുട്ടിയ ആളുകൾക്ക് ജീവിതം കൂടുതൽ ദുരിതപൂർണമായി മാറും. എല്ലാ മണ്ഡലങ്ങളിലും നികുതി വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് UDF സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാന കോൺഗ്രസിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തരൂർ അനുകൂലികൾ വീണ്ടും ഒന്നിക്കുകയാണോ? വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷവേദിയിൽ K മുരളീധരനെയും ശശി തരൂരിനെയും അവഗണിച്ചതോടെയാണ് പാർട്ടിയിൽ വീണ്ടും കലാപക്കൊടി ഉയർന്നത്. ശതാബ്ദി ആഘോഷവേദിയിൽ K മുരളീധരനെ അവഗണിച്ചതിനെതിരെ ശക്തമായി വിമർശിച്ച ശശി തരൂർ രംഗത്തെത്തി. എന്നാൽ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങളിൽ നിന്ന് കരുതലോടെ ഒഴിഞ്ഞുമാറുകയാണ് സീനിയർ നേതാക്കൾ. ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന ചർച്ചകളും പ്രതികരണങ്ങളും ഉണ്ടാക്കിയ ക്ഷീണത്തിൽ നിന്ന് കോൺഗ്രസ് മുക്തമായിട്ടില്ല. അപ്പോഴാണ് വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷവേദിയിലൂടെ തരൂർ ക്യാമ്പിന് പുത്തൻ ഊർജം ലഭിച്ചത്. നേതാക്കൾക്കുണ്ടായ അവഗണന വാർത്തകളിൽ നിറഞ്ഞതോടെ തരൂർ അനുകൂല ക്യാമ്പ് വീണ്ടും ഉണർന്നു. K മുരളീധരന് അർഹമായ പരിഗണന നൽകാത്തതിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചാണ് ശശി തരൂർ രംഗത്തു വന്നത്. മുൻ PCC അധ്യക്ഷന്മാർക്ക് അവസരം നൽകിയപ്പോൾ മുരളീധരനെ അവഗണിച്ചത് തെറ്റായിപ്പോയെന്ന് ശശി തരൂർ തുറന്നടിച്ചു. സ്വന്തം കാര്യത്തിൽ പരാതിയില്ലെന്നും മുരളീധരനോട് ചെയ്തത് മോശമാണെന്നുമാണ് തരൂരിന്റെ വാക്കുകൾ. KMന്റെ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ശരിക്ക് ഒരു തെറ്റാണ് നമ്മുടെ പാർട്ടിയുടെ പക. കാരണം ഈ വിഷയത്തിൽ ഒരു മാനദണ്ഡം അവർ പ്രഖ്യാപിച്ചു. മുൻ KPCC പ്രസിഡന്റ്മാരായിട്ടാണ് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ M ഹസനും അവർ വേദിയിൽ സംസാരിക്കാൻ അവസരം കൊടുത്തത്. അപ്പോൾ ആ സ്ഥിതിയിൽ വേറൊരു KPCC പ്രസിഡന്റ് ഒരേ വേദിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരേപോലെ ഖർഗെ സാറിൻ്റെ പ്രസംഗത്തിന് മുമ്പ് പ്രസംഗിക്കാൻ ഒരു അവസരം കൊടുക്കണ്ടേ? ഒരു നോം പ്രഖ്യാപിച്ചാൽ ആ നോമിനെ പാലിക്കണ്ടേ? പാർട്ടിയെ നന്നാക്കി മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇതല്ല രീതിയെന്നും തരൂർ. കേരള രാഷ്ട്രീയത്തിലേക്ക് തരൂർ കേന്ദ്രീകരിക്കണമെന്ന വാദത്തെ ശക്തമായി പിന്തുണച്ചു വന്നത് K മുരളീധരൻ ആയിരുന്നു. നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തുവരുന്ന മുരളീധരനെ തരൂർ പിന്തുണയ്ക്കുന്നതും പുതിയ സമവാക്യങ്ങളുടെ കൃത്യമായ സന്ദേശമാണ്. അതേസമയം മുതിർന്ന നേതാക്കൾ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, KPCC പ്രസിഡന്റ് മറുപടി പറഞ്ഞു. സംഘടനാപരമായ കാര്യം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിന് എതിരെ പാലക്കാട് നഗരത്തിൽ പോസ്റ്ററുകൾ. ജില്ലാ പ്രസിഡന്റ് TH ഫിറോസ് ബാബുവിന്റെയും ഷാഫിയുടെയും ഏകാധിപത്യവും ഗ്രൂപ്പിസവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ. മതം പരിചയാക്കി വ്യക്തിഗത നേട്ടം കൈവരിച്ചുവെന്നും വിമർശനമുണ്ട്. തിരുവനന്തപുരത്തെ പോലീസ് വാഹനങ്ങൾക്കുള്ള ഇന്ധന പമ്പ് അടച്ചു. SAP ക്യാമ്പിലെ പമ്പാണ് പ്രവർത്തനം നിർത്തിയത്. 1.5 കോടി രൂപ കുടിശ്ശിക വരുത്തിയതിനാൽ ഇന്ധന കമ്പനികൾ വിതരണം നിർത്തിയിരുന്നു. സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ DGP സർക്കുലർ ഇറക്കി.
മൺട്രോ തുരുത്തിൽ നിന്നുള്ള ജങ്കാർ സർവീസ് നിലയ്ക്കില്ല. ജങ്കാർ ഉടമകളുമായി പ്രതിഷേധം ഉയർത്തിയ ജീവനക്കാരുമായും പഞ്ചായത്ത് അധികൃതർ നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിൽ സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് 15 ദിവസത്തിനകം പ്രശ്നപരിഹാരം സാധ്യമാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ ജങ്കാർ ജീവനക്കാർ. തിരികെ വാർത്തയിലേക്ക്. തിരുവനന്തപുരം വെങ്ങാനൂർ പൌർണമിക്കാവ് ക്ഷേത്രത്തിൽ ആരംഭിച്ച പ്രപഞ്ചയാഗം 2ാം ദിവസം പിന്നിടുമ്പോൾ വൻ ഭക്തജന തിരക്ക്. നേപ്പാളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യാഗാചാര്യന്മാർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന യാഗം ഏപ്രിൽ 6 വരെ തുടരും. യാഗശാലയിൽ പുലർച്ചെ അരണിയിൽ നിന്ന് ജ്വലിപ്പിച്ച അഗ്നി ഹോമകുണ്ഡത്തിൽ പകർന്നതോടുകൂടിയാണ് യാഗത്തിന് തുടക്കമായത്. ബാലത്രിപുരസുന്ദരി ദേവി മുഖ്യപ്രതിഷ്ഠയായ പൌർണമിക്കാവ് മറ്റൊരു മഹായാഗത്തിനു കൂടി വേദിയാവുകയാണ്. നേപ്പാളിലെ പശുപതിനാഥ്, ബദരിനാഥ്, കേദാർനാഥ്, പത്മനാഭസ്വാമി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം തുടങ്ങി 108 പുണ്യകേന്ദ്രങ്ങളിലെ മുഖ്യ പുരോഹിതർ കാർമ്മികത്വം വഹിക്കും. അഘോരി പരമ്പരയിലെ ശ്രീ ശ്രീ കൈലാസപതിയാണ് യാഗാചാര്യൻ. പഞ്ചമുഖ ഗണപതി, ഹാലാസ്യ ശിവൻ, പരാശക്തി, നാഗദേവകൾ തുടങ്ങി നിരവധി ഉപദേവകളുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. മാസത്തിൽ 2 തവണയെ നട തുറക്കൂ. പൗർണമിക്കും അത് കഴിഞ്ഞു വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ചയിലും. കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ട മഹാകാളി യാഗം നടന്നിരുന്നു. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമായാണ് യാഗം നടത്തുന്നത്. യാഗശാല കാണാനെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കലാസ്വാദകർക്ക് അത്യാധുനിക സാംസ്കാരിക നിലയമെന്ന ആശയവുമായി നിത അംബാനി കൾച്ചറൽ സെന്റർ മുംബൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും വൈവിധ്യവും ജനങ്ങളിലെത്തിക്കുക ലക്ഷ്യമിട്ടാണ് കൾച്ചറൽ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് കൾച്ചറൽ സെന്റർ സന്ദർശിക്കാനെത്തുന്നത്. കൾച്ചറൽ സെന്ററിന് ലഭിക്കുന്ന പിന്തുണ അതിശയിപ്പിക്കുന്നതായും ലോകത്തിലെ ഏറ്റവും മികച്ച സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണിതെന്നും നിത അംബാനി പറഞ്ഞു. മുംബൈക്കൊപ്പം രാജ്യത്തിന്റെ വലിയ കലാകേന്ദ്രമായി മാറുമെന്ന് മുകേഷ് അംബാനിയും കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും മികച്ച കലാനുഭവം എന്നാണ് പ്രമുഖ ബോളിവുഡ് താരം അനുപം ഖേർ പ്രതികരിച്ചത്. I'm at a loss for words, but I think Mukesh and me had dreamt about having a cultural center in India comparable to the best in the world, and hopefully today is a reality. I'm so looking forward to welcoming everyone to the cultural center in Mumbai. Well, what is the vision for NMACC for the future? So NMACC is an ode to our country, to the rich legacy and heritage that we all have inherited. I hope the spaces here nurture young talent, not only from the metros and cities, but from small towns and remotest villages. I hope it becomes a home for the art, for the artisans and the audience. Yeah, and we hope to get the best of India here and welcome the best of the world here. Yes, that is so true. You know, Mukesh sir, I have to say that this is such an exciting moment for everybody that's walked in, and all of them are saying this is such a needed place in our country. How do you feel at this moment? Absolutely, and I think that for this arts and cultural center that Nita has gifted not only the city of Mumbai but India, it really marks India's coming of age in this new India and the new era that we have, and we now have the infrastructure to produce world-class content. We have the infrastructure to invite everybody else from the rest of the world to come to Mumbai, and with that I hope that one day we have original shows that are produced by Indians and Mumbaiites here, and we go with a show from here to Broadway, and that is what is our wish. Incredible, isn't that amazing? Yes, as I said, I'm feeling so overwhelmed by the huge support that the cultural center is getting. रघुपति राघव
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തയിൽ നിന്നുമായി എം ജി രേണുയെത്തും. നമസ്കാരം.